ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഞെട്ടിപ്പോയി. ഉമാ തോമസ് എം.എൽ.എ വേദിയിൽ നിന്ന് വീഴുന്ന നടക്കുന്ന ദൃശ്യങ്ങളാണത്. ഇത്രയും വലിയൊരു പരിപാടിയാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തോടു കൂടി ആ സ്റ്റേജ് കെട്ടണ്ടേ. ഒരാൾക്ക് നടക്കാൻ പോലുള്ള സ്ഥലം ഇവിടെ ഇല്ല. ആ സ്ഥലത്താണ് എം.എൽ.എ ഉണ്ട്, മന്ത്രിയുണ്ട്, ADGP ഉണ്ട്. ഒരു മന്ത്രിയൊക്കെ വരുന്നൊരു പരിപാടിയിൽ ADGP അതിന് ഫിറ്റ്നസ് കൊടുക്കണം, എന്നിട്ട് പരിപാടി വെക്കാവുന്നതാണ്. ശരിക്കും ഈ ഒരു മൃദംഗവിഷൻ എന്ന് പറയുന്ന ഈ ഒരു ടീം നടത്തിയ ഈ പരിപാടിയിൽ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണം. കൊച്ചിയിലെ ഗിന്നസ് ഡാൻസ് പരിപാടിക്കിടെയാണ് ഉമാ തോമസ് എം.എൽ.എ വേദിയിൽ നിന്ന് വീഴുന്ന ഈ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. വേദിയിൽ നിന്ന് റിബൺ കെട്ടിയ സ്റ്റാൻഡിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് എം.എൽ.എ വീണത്. പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ പൂർണിമ, നടൻ സിജോയ് വർഗീസ് എന്നിവർ ഈ വീഡിയോയിൽ കാണാം. 1.5 മീറ്ററാണ് ഈ സ്റ്റേജിൻ്റെ വലുപ്പമുണ്ടായിരുന്നത്. അതിൽ 2 നിരയായിട്ട് കസേര ഇട്ടിട്ടുണ്ട്. പിൻനിരയിൽ നിന്ന് ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആദ്യം ഒരു കസേര ഇരുന്ന ശേഷം പിന്നീട് സംഘാടകർ തന്നെയാണ് അവരോട് മാറിയിരിക്കാൻ പറഞ്ഞത്. ആ മാറിയിരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ അപകടം നടക്കുന്നത്. ഈ മൃദംഗവിഷൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ്. ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പോലീസ് ഇതിനൊക്കെ മരവിപ്പിച്ചിട്ടുമുണ്ട്. ആദായനികുതി വകുപ്പും പ്രാഥമിക അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്ന അക്കൗണ്ടുകളിലാണ് പ്രധാന പരിശോധന നടക്കുന്നത്. ഏതായാലും ഈ ഒരു മൃദംഗവിഷൻ എന്ന് പേരുള്ള ഈ വയനാടുള്ള ഈ ഓഫീസിൻ്റെ ആളുകൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് 360 രൂപയുടെ സാരി വാങ്ങിയിട്ട് 1600 രൂപക്കാണ് വിറ്റുള്ളത്. അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് നർത്തകിമാർക്ക് വിറ്റിട്ട് തന്നെ ഒരു കോടികൾ എടുത്തിട്ടുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ ഫീസും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. ഏതായാലും ഒരു മന്ത്രി ആവട്ടെ, MLA ആവട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയാണ് ഇല്ലാതായത്. ഏതായാലും ഈ ഉമാ തോമസ് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇതിനെതിരെ ഇത്തരം ഒരു എന്താ പറയുക, ഉത്തരവാദിത്വം ഇല്ലാതെ സ്റ്റേജ് കെട്ടിയതിനെതിരെ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്.